ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതയിൽ മുങ്ങിക്കുളിച്ച് നിന്ന നിസാൻ പോലുള്ള ഒരു കമ്പനീനെ എങ്ങനെയാണ് ജസ്റ്റ് ഒരു മോഡൽ അവരുടെ ഒരു മോഡൽ നിസാൻ GTR എന്ന് പറയുന്ന ഒരു മോഡൽ ആ കമ്പനിയെ കരകയറ്റിയെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിസാൻ GTR 60കൾ മുതൽ മാർക്കറ്റിലുണ്ടായിരുന്നു. നിസാൻ കമ്പനി ഏകദേശം 100 കൊല്ലത്തോളം പഴക്കമുള്ള കമ്പനിയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ. ഈ കമ്പനി 2000ങ്ങളുടെ തുടക്കമായപ്പോഴത്തേക്കും ബാങ്ക്രപ്സിയിലേക്ക് എത്താൻ തുടങ്ങി. അതായത് കമ്പനിയിലെ കടബാധ്യത കൂടി, എംപ്ലോയീസ് പിരിഞ്ഞു പോണ അവസ്ഥ വന്നു. ഏത് നിമിഷവും പൂട്ടാനുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് റെനോൾട്ട് എന്ന ഫ്രഞ്ച് കമ്പനി ഈ ജാപ്പനീസ് കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങി പുതിയ CEO ഹയർ ചെയ്യുകയും ചെയ്തു. ഒരു ഞാനിമ്മേക്കളിയായിരുന്നു. അതിനുശേഷം നിസാൻ കമ്പനി ഒരു വലിയൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇനി ഒരു മോഡലും കൂടിയും പുറത്തിറക്കും. അത് അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ പുറത്തെടുത്തിട്ടുള്ള ഒരു മോഡലായിരിക്കും. അതിൽ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം, റീഡിസൈൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ആഡ് ചെയ്യണം. മറ്റ് യൂറോപ്യൻ ബ്രാൻഡുകളുമായിട്ട് ഫെരാരി പോലുള്ള സ്പോർട്സ് കാറുകളോട് മത്സരിക്കാൻ ഉതകുന്നതായിരിക്കണം, റീസണബിൾ പ്രൈസ് ആയിരിക്കണം. എല്ലാം കൂടി ഒത്തിണങ്ങി വന്നൊരു കാറ്, 2ലധികം ആളുകൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റണം. അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു കാറ് ഡിസൈൻ ചെയ്യണം. അതായിരുന്നു പുതിയ CEOയുടെ തീരുമാനം. അങ്ങനെ അവർ ഡിസൈൻ ചെയ്തൊരു മോഡലാണ് നിസാൻ GTRന്റെ സ്കൈലൈൻ എന്നുള്ളത്. ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ വേൾഡ് വൈഡ് തന്നെ സക്സസ് ആവുകയുണ്ടായത്. അതിനുശേഷം 35 ബില്യണോളം കടബാധ്യത ഉണ്ടായിരുന്ന നിസാൻ കമ്പനി അവരുടെ കടങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാത്രമല്ല $3.5 ബില്യൺ അടുത്ത് പ്രോഫിറ്റബിൾ ആവുകയും ചെയ്തു. ഇതിലേക്ക് ഇവർ എത്താനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ പുറത്തെടുത്തു എന്നുള്ളതാണ്. എന്തെല്ലാം കഴിവുകളുണ്ടോ, എന്തെല്ലാം എക്സ്പീരിയൻസ് അവർ ഗെയിൻ ചെയ്തിട്ടുണ്ടോ ഇത്രയും നാൾ കൊണ്ട്, അതെല്ലാം പുറത്തെടുത്ത് ഒരു ബെസ്റ്റ് കാറ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഇന്നോവേഷൻസ് അവർ നടത്തി. മറ്റ് കാറുകളിലില്ലാത്ത ഇന്നോവേഷൻസ് അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ നിസാൻ GTR ജയിച്ചിട്ടുണ്ട്. റേസ് കോമ്പറ്റീഷനുകളിലെല്ലാം പങ്കെടുത്ത്. ഇതിന് ഈ കാറിൻ്റെ ഒരു ഡീറ്റെയിൽസിലുപരി എന്താണ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല പ്രൊഡക്റ്റ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്രൊഡക്റ്റ് പുറത്ത് കൊണ്ടുവന്നതോടൊപ്പം തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇപ്പം നിസാൻ GTRന്റെ കാര്യത്തിൽ ഈ സ്പോർട്സ് കാറ് മറ്റ് യൂറോപ്യൻ കാറുകളെ അപേക്ഷിച്ച് താഴ്ന്ന പ്രൈസ് ആയിരുന്നു. അഫോർഡബിൾ പ്രൈസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. അങ്ങനെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് സെറ്റ് ചെയ്യും. ലോകത്തെ പല കാർ പ്രേമികളും ഇത് വാങ്ങാൻ തുടങ്ങുകയും യൂസ് ചെയ്യാൻ തുടങ്ങുകയും നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളത് ഈ കാറിൻ്റെ ഡിസൈനാണ്. കാറിൻ്റെ ഡിസൈൻ സാധാരണ കൺവെൻഷണൽ സ്പോർട്സ് കാറുകൾ, യൂറോപ്യൻ സ്പോർട്സ് കാറുകളെ അപേക്ഷിച്ച് അതിലെല്ലാം സാധാരണ 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. മാക്സിമം വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ആ ഒരു സയൻറ്റിഫിക് തിയറിയുടെ പുറകെയാണ് ഈ യൂറോപ്യൻ കാറുകളൊക്കെ പോയത്. പക്ഷേ ജാപ്പനീസ് കാറായിട്ടുള്ള നിസാൻ GTR 4 പേർക്കിരുന്ന് യാത്ര ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തത്. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ 2 പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടും. കാറിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോർട്സ് കാർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മെയിൻ കീ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയാണ്. ഈ വേഗത ഇല്ലെങ്കിൽ പോയി. ഇത് മറികടക്കാനായിട്ട് എൻജിനിൽ ഒരുപാട് ഇന്നോവേഷൻസ് അവർ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല ഡിസൈനിങ് കുറച്ച് ബൾക്കി ആയിട്ട് മാറും. 4 പേർക്ക് ഇരിക്കുന്ന കാറാകുമ്പോൾ കുറച്ചും കൂടി ബൾക്കി ആയിട്ട് മാറും. അപ്പോൾ അതിന് എയറോഡൈനാമിക്കിന് ഉതകുന്ന രീതിയിലുള്ള ഡിസൈൻ വരണം. ആ പ്രശ്നം അവർ സോൾവ് ചെയ്തു. അതായത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് അവർ ഇത്ര കാലം ഇറക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. ഒരവസാന കളി എന്ന നിലക്ക് അങ്ങനെ ഇറക്കി നോക്കിയൊരു മോഡലാണ് നിസാൻ GTR. അത് സക്സസ് ആവുകയും ആ കമ്പനിയെ ആ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് രക്ഷിക്കുകയും ചെയ്തു. ജസ്റ്റ് 1 പ്രൊഡക്റ്റാണ്. ഇത് കാറിൻ്റെ സ്പെക്സ് പറയണ ഒരു വീഡിയോ അല്ല. ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതിലൂടെ ഉള്ള പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയണേക്ക് തൊട്ട് മുമ്പ് നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇത് പുറത്തെടുക്കുക. ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഒന്ന് ഇറക്കി നോക്കാം. അതിലൊരു കുറവും വരുത്താൻ പാടില്ല. എല്ലാം മെച്ചപ്പെട്ടതായിരിക്കണം. ഒരു കസ്റ്റമറുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കാൻ നേരത്ത് എല്ലാം മെച്ചപ്പെട്ടതായിരിക്കണം. എന്നിട്ട് അത് സക്സസ് ആവുമെന്ന് നോക്കാം. അധിക സമയത്തും സക്സസ് ആവാനാണ് സാധ്യത. ഉദാഹരണം നിസാൻ GTR ഒരു ഉദാഹരണമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ മറ്റു ബിസിനസ് വിശേഷങ്ങൾ, എൻ്റെ തോട്ട്സ് ഐഡിയാസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യലുമാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.